അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് the table shows some households sorted according to the usage of electricity. ഒരു പ്രദേശത്തെ കുറെ വീടുകളെ വൈദ്യുതി ഉപയോഗം അനുസരിച്ച് തരംതിരിച്ച പട്ടിക എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദ മീഡിയം യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി ഉപയോഗത്തിന്റെ മധ്യമം കണക്കാക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതൊരു ക്ലാസ് ഇന്റർവൽ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ഒരു നമ്പറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ഇന്റർവൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. 80 to 90, 90 to 100, 100 മുതൽ 110 വരെ എത്ര ആളുകൾ, 110 മുതൽ 120 വരെ എത്ര ആളുകൾ, 120 മുതൽ 130 വരെ എത്ര ആളുകൾ, 130 മുതൽ 140 വരെ എത്ര ആളുകൾ എന്നിങ്ങനെ ക്ലാസ് ഇന്റർവൽ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നാമതൊരു കോളം കൂടെ നമുക്ക് വേണം. ആ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ യൂസേജ് നമ്മൾ എഴുതും. ടോട്ടൽ നമ്പർ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്ത ടോട്ടൽ യൂസേജ് ആദ്യത്തെ കോളം അതേപോലെ എഴുതും. 3, 3ക്ക് 6 കൂട്ടിയാൽ 9, 9ലേക്ക് 7 കൂട്ടിയാൽ 16, 16ലേക്ക് 10 കൂട്ടിയാൽ 26, 26ലേക്ക് 9 കൂട്ടിയാൽ 35, 35ലേക്ക് 4 കൂട്ടിയാൽ 39 കിട്ടും. അപ്പോ ഈ 39 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. 39 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മളിത് ചെയ്യുക? ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് 1 കൂട്ടണം. അതിലേക്ക് 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കണം. അപ്പോ 39 + 1/2. 39ക്ക് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 40. അപ്പൊ 40/2. ഇനി 40/2 എന്ന് പറയുമ്പോ 20. ഇനി 20ാമത്തെ ആള് എവിടെ വരും? ഇത് 1 മുതൽ 3 വരെ, ഇത് 4 മുതൽ 9 വരെ, ഇത് 10 മുതൽ 16 വരെ, 17 മുതൽ 26 വരെയുള്ള ആളുകൾ ഇതാ ഈ ക്ലാസ് ഇന്റർവെലിന്റെ നടുക്കാണ് വരിക, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലാണ് വരിക. 110 മുതൽ 120 വരെ. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ അടുത്ത വർഷമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിന് സെപ്പറേറ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. L + n/2 - CF / F × H എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ 10ാം ക്ലാസ്സിലെ സിലബസ് പ്രകാരം നമ്മൾ ഇത് ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എക്സാമിന് ചോദ്യം ചോദിക്കുമ്പോഴും നമുക്ക് 3 സബ് ഡിവിഷൻ ആയിട്ടാണ് സാധാരണ ചോദ്യം ചോദിക്കാറുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചോദ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ മീഡിയൻ. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും: എത്രാമത്തെ കുട്ടിയാണ് മധ്യമ വരുമാനം അല്ലെങ്കിൽ മീഡിയൻ? 20ാമത്തെ ആള് അല്ലെങ്കിൽ 20ാമത്തെ കുട്ടി. ഇനി നമ്മൾ ആ റൗണ്ട് ചെയ്ത ക്ലാസ്സിന് തൊട്ട് മുകളിൽ എത്ര ആള് വരെയായിരുന്നു? 16 വരെയായിരുന്നു. ഇനി 17ാമത്തെ ആളെ കാണണം. അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് കാണണം ആദ്യം. ഇനി എങ്ങനെയായിരിക്കും ചോദ്യം? 17ാമത്തെ ആളുടെ ഏകദേശ യൂസേജ്, അസ്യൂംഡ് യൂസേജ് എന്ന് പറഞ്ഞാണ്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. അത് കാണുന്ന എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കോമൺ ഡിഫറൻസ് കാണണം. ഈ ക്ലാസ് ഇന്റർവെലിന്റെ വിടുത്ത് എത്രയാ? അഥവാ 110 മുതൽ 120 വരെ എന്ന് പറയുന്നത് 10 ആണ്. 16 മുതൽ 26 വരെ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അപ്പൊ ഈ 10 ആളുകൾക്ക് ഈ 10 യൂസേജിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 10/10 1 കിട്ടും. ഇനി 17ാമത്തെ ആളെ കാണും. ഈ റൗണ്ട് ചെയ്ത ക്ലാസ് ഇന്റർവെലിലെ ചെറിയ സംഖ്യയിലേക്ക് കോമൺ ഡിഫറൻസിന്റെ പകുതി കൂട്ടണം. എന്തിനാണ് കോമൺ ഡിഫറൻസിന്റെ പകുതി എടുക്കണേ? എന്തുകൊണ്ട് കോമൺ ഡിഫറൻസ് എടുത്തില്ല? കോമൺ ഡിഫറൻസ് എടുത്താലുള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റത്തെ ആൾക്ക് നമ്മൾ 111 കൊടുത്തു, പിന്നെ 112, 13, 14, 15, 16, 17, 18, 19, 10ാമത്തെ ആളാകുമ്പോ 120ക്ക് എത്തും. പക്ഷെ 120 ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ നമ്മള് എപ്പോഴും 17ാമത്തെ ആളെ അല്ലെങ്കിൽ ആ റൗണ്ട് ചെയ്ത ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള നമ്പർ കഴിഞ്ഞിട്ടുള്ള നമ്പർ കാണാന് കോമൺ ഡിഫറൻസിന്റെ പകുതി കൂട്ടും. അപ്പൊ 17ാമത്തെ ആള് എന്ന് പറയുന്നത് 110.5 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മീഡിയൻ. മീഡിയൻ കാണണം അല്ലെങ്കിൽ മധ്യമം കാണണം. അഥവാ 20ാമത്തെ ആളത്. 17ാമത്തെ ആളുടെ കൂടെ 17 കഴിഞ്ഞ് 20 ആവാൻ എത്രയുണ്ട്? 18, 19, 20, 3. അപ്പോ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം. 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം.
17ാമത്തെ ആള് 110.5 പ്ലസ് 3 ഇൻറ്റു 1. 3 ഇൻറ്റു 1 എത്രയാ? 3. അപ്പൊ 110.5ക്ക് 3 കൂട്ടിയാല് 113.5. കണ്ടോ? 110ന്റെയും 120ന്റെയും നടുക്കല്ലേ? ആ ക്ലാസ് ഇന്റർവെലിന്റെ നടുക്കായിരിക്കും നമ്മളുടെ മീഡിയം വരിക. അപ്പൊ നമ്മളുടെ മീഡിയം എത്രയാ? 113.5. കിട്ടിയല്ലോ? ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കട്ടെ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ മീഡിയൻ. എക്സാമിന് 3 അല്ലെങ്കിൽ 2 സബ് ഡിവിഷൻ ആയിട്ടായിരിക്കും. ഫസ്റ്റത്തത് എത്രാമത്തെ ആളാണ്? എത്രാമത്തെ ആളാ? 20ാമത്തെ ആള്. രണ്ടാമത്തത് 17ാമത്തെ ആളുടെ ഏകദേശം 110.5. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും മീഡിയം കാണുക, അത് 113.5 എന്നും കിട്ടും. ഓക്കെ.